ഗതാഗത യോഗ്യമായ റോഡ് ഇല്ലാതെ വലയുകയാണ് ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുവിള സിറ്റി നിവാസികൾ. കുരുവിള സിറ്റി രാജകുമാരി നോർത്ത് അമ്പലപ്പാടി റോഡാണ് കാൽനട പോലും സാധ്യമാകാത്ത വിധം തകർന്നു കിടക്കുന്നത്. റോഡ് തകർന്നതോടെ ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും സർവീസ് നടത്താൻ മടിക്കുന്ന സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് വികസനത്തിൽ ഇടുക്കി ജില്ല മുന്നേറുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലയിലെ റോഡുകൾക്ക് ശാപമോക്ഷമില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് കുരുവിള സിറ്റി അമ്പലപ്പടി റോഡിൽ. മഴ കൂടി പെയ്തതോടെ റോഡ് ചെളിക്കുളമായി മാറി. ഇത് ചാടിക്കടന്ന് മുമ്പോട്ട് പോകാൻ പെടാപ്പാട് പെടുകയാണ് പ്രദേശവാസികൾ. കുരുവിള സിറ്റി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന റോഡിന്റെ 1 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന പരാതി പറയാൻ നാട്ടുകാർക്ക് ഇനി ഒരിടവും ബാക്കിയില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കുരുവിള സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ മാത്രം മാറിയുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണ്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ. ഇവിടുത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ ഒരു ചെളിയിൽ കൂടി വേണം ഇവരെ ഇതിലെ നടന്നു പോകാനായിട്ട്. കുട്ടികൾ പോലും ഇപ്പൊ ഏകദേശം ഇവിടെയുള്ള ഒരു കുട്ടികൾ ഇതിൽ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു റോഡിനെ ആശ്രയിച്ച് ഏകദേശം ഇവിടുന്ന് ഒരു 600-800 അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും മറ്റും പോകുന്നത്. മഴക്കാലം ആകുമ്പോൾ തന്നെ ഈ റോഡ് ഉപയോഗശൂന്യമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒത്തിരി കാലങ്ങളായി പഞ്ചായത്തും ഗവൺമെന്റും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ഇതേവരെ ഒരു കൃത്യമായ നടപടികളോ കാര്യങ്ങളോ എടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. റോഡ് പൂർണ്ണമായും തകർന്നതോടെ ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുകയാണ് എന്നും പ്രദേശവാസികൾ പറയുന്നു. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കുരുവിള സിറ്റി നിവാസികൾ. റോഡിന് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മെയ് മാസത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുവെന്നുമാണ് അധികൃതർ പറയുന്നത്. മഴ മാറിയാൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ജനം, ഇടുക്കി.